ഇന്ത്യയുടെ പല ഭാഗത്തും ഇത്തവണ ക്രിസ്മസ് കരോൾ സംഘത്തിനെതിരെയും ആഘോഷങ്ങൾക്കെതിരെയെല്ലാം ഒത്തിരി ആക്രമണങ്ങൾ ഉണ്ടായില്ലേ. അതുകൊണ്ട് എല്ലാവരും ക്രിസ്മസ് സന്തോഷകരമായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്മസ് കരോൾ സംഘം തിരിച്ചു ആക്രമിച്ചു. അത് കേരളത്തിൽ ചോറ്റാനിക്കരയിലാണ് സംഭവം. 59 വയസ്സുള്ള വൃദ്ധനാണ്. കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് അദ്ദേഹം. കരോൾ സംഘം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ 100 രൂപ കൊടുത്തു. രസീത് ചോദിച്ചു. പിന്നീടാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അവർ 10-25 പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് സംഘം. രസീത് ചോദിച്ചപ്പോൾ കഴിഞ്ഞ തവണ രസീത് ചോദിച്ചാലും ഈ പുള്ളി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഉള്ളിലേക്ക് കയറി അദ്ദേഹത്തിന് പല്ലൊക്കെ പൊഴിഞ്ഞു 2 എണ്ണം ചോരയൊക്കെ വന്ന പടമാണ് തമ്പനയിലൊക്കെ കാണുന്നത്. 90 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ വൃദ്ധമാതാവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെല്ലാം അസഭ്യം പറഞ്ഞു വന്നവർ. പിന്നെ അവരുടെ വീട്ടിലെ പൂച്ചട്ടികൾ, ബൾബുകൾ ഇങ്ങനെയുള്ളതൊക്കെ നശിപ്പിച്ചു. ഈ വന്ന കരോൾ സംഘം വാട്സാപ്പ് കൂട്ടായ്മ വഴിയുള്ള കരോൾ സംഘമായിരുന്നു. പള്ളികളിൽ നിന്നുള്ള കരോൾ സംഘമാണെങ്കിൽ ഇങ്ങനെ ആക്രമണം ഉണ്ടാവില്ല. പള്ളികളിൽ പ്രത്യേകം പറയും, കാരണം അവ ഇടവക അല്ലെങ്കിൽ അവരുടെ ആ പള്ളിയിലുള്ള ആൾക്കാരെ വീടുകളിൽ മാത്രമാണ് പോവുള്ളൂ. മാത്രമല്ല അവർ വഴിനീളെ ഇങ്ങനെ പാട്ടും പാടി അലമ്പുണ്ടാക്കിയൊന്നും പോകാറില്ല. അതാത് ഭവനങ്ങളിൽ, ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഭവനങ്ങളിൽ എത്തുമ്പോൾ മാത്രം പാട്ടുപാടുകയും കരോളുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ട് തിരിച്ചു പോകും. പള്ളികളിൽ നിന്നല്ലാതെ ക്ലബ്ബുകളോ ഇതുപോലെ കൂട്ടായ്മകൾ വഴിയോ പൈസയ്ക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവരാണ് ഇതുപോലെ അലമ്പുണ്ടാക്കുന്നത്. അവരെ ഒരിക്കലും വിശ്വാസത്തിൻ്റെ പുറത്ത് കരോളുമായിട്ട് വരുന്നവരല്ല. പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിൽപ്പെട്ടവർ ഈ കരോളിനൊന്നും അംഗീകരിക്കില്ല. കാരണം ഇതൊക്കെ ഒരു പേക്കുത്ത് പോലെയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എൻ്റെ നാട്ടിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടര് പരാതി കൊടുത്തിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കരോള് നിരോധിച്ചതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വാസത്തിൻ്റെ പേരിൽ അത് മുതലെടുക്കാൻ നോക്കാതിരിക്കുക, ക്രിസ്തുവിൻ്റെ പേര് ചീത്തയാക്കാതിരിക്കും. എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. ഈ രാത്രി ആൾക്കാരെ ഉറക്കമൊക്കെ കളയിപ്പിച്ച് വീട് വീടാന്തരം മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന ഒരു രീതിയാണ് കരോൾ സംഘം എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കുഞ്ഞ് ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്താണ് കരോൾ സംഘങ്ങൾ അടുത്ത വീട്ടിലെത്തുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് ഉടനെ ഹസ്ബൻഡ് കൂടി പോയി പൈസ കൊടുക്കും, അങ്ങോട്ട് വരണ്ട, ഇവിടെ കൊച്ചുറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്ക്, ഈ കരോൾ സംഘത്തിനൊപ്പം പോകുന്ന കുട്ടികൾക്കൊരു ഇത് വലിയ ആനന്ദകരവും ഇതൊക്കെ ആയിരിക്കാം. വാസ്തവത്തിൽ ക്രിസ്തുമസും ഈ കരോളുമായിട്ട് ഒരു ബന്ധവുമില്ല. ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കരോൾ രൂപപ്പെട്ടത്, സംഘം എന്നൊക്കെ പറഞ്ഞ്. സെയിൻറ്റ് നിക്കോളാസ് തുർക്കിയിൽ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് ഇതുപോലെ ക്രിസ്മസ് പാപ്പ, സാന്റാക്ലോസ് എന്നറിയപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പിന്നീട് ഇതുപോലെ കരോൾ സംഘം എന്നൊക്കെ പറഞ്ഞ് ഈ മഞ്ഞുകാലമാകുമ്പോൾ എല്ലായിടത്തും, ക്രിസ്മസിൻ്റെ ഒരു സമയമാണല്ലോ അത്, അങ്ങനെ വീടുകൾ തോറും ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അതാണ് പള്ളികളിൽ നിന്ന് വരുന്ന സംഘമാണെങ്കിൽ അങ്ങോട്ട് കുട്ടികൾക്ക് മിഠായിയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ പൈസ ആവശ്യപ്പെടാറില്ല. സാന്റാക്ലോസ് എന്നറിയപ്പെട്ടിരുന്ന സെയിൻറ്റ് നിക്കോളാസ് എല്ലാ തവണയും വീടുകൾ തോറും സന്ദർശിച്ചു. അദ്ദേഹം ഒത്തിരി പൈസ ഉള്ള ആളായിരുന്നു. അങ്ങനെയൊക്കെയാണ് കഥ. അദ്ദേഹം മറ്റുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട സായിപ്പന്മാരെ പോലെയുള്ളവരും ഈ ക്രിസ്തു ജനിച്ച സ്ഥലത്തൊന്നും ഇതുപോലെ കരോളിൻ്റെ പേരിലൊക്കെ ഇതുപോലത്തെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതിരി വിട്ട് കഴിയുമ്പോൾ ഇതൊക്കെ ചെന്നെത്തുന്ന എവിടെയാണെന്ന് നോക്കും. എൻ്റെ മകനും പള്ളിയിൽ നിന്ന് ഉള്ള സംഘത്തിൻ്റെ കൂടെ പാപ്പയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ എതിരായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ദ്രോഹകരമാം വിധത്തിൽ എന്തിനാണ് പിന്നെ ക്രിസ്തുവിനെ ഒന്നുകൂടെ ക്രൂശിക്കുന്നത്? ക്രിസ്ത്യാനികളുടെ പേര് ചീത്തയാക്കാനും ക്രിസ്തുമസിനെ അവഹേളിക്കാനും മനഃപൂർവ്വം ഒരു കൂട്ടർ, ഏതെങ്കിലും കൂട്ടർ ചെയ്തു കൂട്ടിയതാണോ ഇത്തരത്തിൽ എന്നും അറിയാൻ പാടില്ല. എങ്കിലും ഇത്തരത്തിലുള്ള നീചപ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലാത്തതാണ്. അനീതിയാണത്. ആ വൃദ്ധൻ്റെ പല്ലുകളൊക്കെ തല്ലിക്കൊഴിച്ചു. എത്രയോ വേദന അനുഭവിക്കുന്നു ഇപ്പോൾ അദ്ദേഹം. നമുക്കും അവയവങ്ങൾ നഷ്ടപ്പെടുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അദ്ദേഹം പൈസ കൊടുത്തു, എന്നിട്ടാണ് അദ്ദേഹത്തിന് തല്ലിയത്. അദ്ദേഹം തല്ല് ചോദിച്ചു മേടിച്ച പോലെയാണ്. അപ്പോൾ അദ്ദേഹം പൈസ കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ? കേവലം ഒരു രസീത് ചോദിച്ചതിന് ഇങ്ങനെയാണെങ്കിൽ, കുട്ടികളെ സംബന്ധിച്ച് സാന്റാക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അത്ഭുത ജീവിയെ പോലെയാണ്. അവർക്കതൊരു കൗതുകകരമാണ്. പക്ഷേ ഇതുപോലത്തെ അക്രമാസക്തമായ കരോളുകാരെ എന്തിനാണ്? ഈയിടെ തന്നെയാണല്ലോ ആലപ്പുഴയിലും ക്രിസ്മസിന്
രണ്ട് ക്ലബ്ബുകാർ തമ്മിൽ, കരോൾ സംഘങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പരിക്കുപറ്റി. മിക്കവരും ആശുപത്രികളിലാണ്. എന്തിനാണ് പാതിരാത്രിക്ക് ഈ കുഞ്ഞു മക്കളെയൊക്കെ ഇതുപോലെ അടിയുണ്ടാക്കാനും പരിക്ക് ഏൽപ്പിക്കുന്ന എന്തിനാണ്? ഇനി ക്രിസ്മസിൻ്റെ പേരിൽ, കരോളിൻ്റെ പേരിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അതിന് തക്ക നടപടി സർക്കാർ കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.